ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കല്യാണത്തോട് അടുക്കാറായി, ഇനി വെറും ഒരു ദിവസമേ ഉള്ളൂ എൻ്റെ കല്യാണത്തിന്. ഇന്നത്തെ പരിപാടി മെയിനായിട്ട് എന്താ പറയുക, കല്യാണത്തിനോട് മുൻപുള്ള പ്രീ ബ്രൈഡൽ സർവീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫേഷ്യൽ, ക്ലീനപ്പ്, ത്രെഡിങ്, അതുപോലെ തന്നെ വാക്സിങ്, ബ്ലീച്ചിങ്, പെഡിക്യൂർ, മാനിക്യൂർ, അതുപോലെ തന്നെ നെയിൽ എക്സ്റ്റൻഷൻ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം തന്നെയാണ് നമ്മൾ സേവ് ദി ഡേറ്റ് എടുക്കുന്നത്. വിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. കുറേ പേര് വിച്ച് നാട്ടിലെത്തിച്ച് വെക്കണ കമൻറ്റ് കണ്ടു. വിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ എത്തി, ജനുവരി 6 എത്തി. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ വൈകിട്ടാണ് സേവ് ദ ഡേറ്റ്. ഇതെല്ലാ സർവീസും ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ടാണ് സേവ് ദ ഡേറ്റിന് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കല്യാണ ഒരുക്കങ്ങളായിരിക്കും. പ്രീ ബ്രൈഡൽ എല്ലാ സർവീസും ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ്, ലിവയിൽ. യെസ്, അപ്പോൾ നമുക്ക് പോയാലോ. നമ്മളിതാ ജയേട്ടൻ്റെ ഓട്ടോയിലാണ് കേട്ടോ പോണത്. കാറൊന്നും എടുത്തില്ല. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് പനിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ കാറിൽ AC ഇട്ടിരിക്കാൻ വയ്യ. പിന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ കാറ് ഓടിക്കുമ്പോൾ AC ഇടണം കേട്ടോ. ചില അത്യാവശ്യം അങ്ങനെ സമ്മതിക്കാറില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ജയേട്ടൻ്റെ ഓട്ടോ തന്നെ വിളിച്ചു. നേരെ നമ്മുടെ ലിവയിൽ എത്തിയിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ഇതാ യമുനേനെയാണ് കണി കണ്ടത് കേട്ടോ. പിന്നെ അത് ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വീണത് ഓൾറെഡി ചെയറിലിരിക്കുന്നുണ്ട്. പിന്നെ ധന്യേച്ചി, രജുചേച്ചി, സൗമ്യേച്ചി, ദിവ്യ ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. വസിയും ആലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഞാൻ കയ്യിൽ ബ്ലീച്ചാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. ഈ ഒരു ബ്ലീച്ച് ഞാൻ ഇടയ്ക്ക് മന്ത്ലി എനിക്ക് തോന്നുന്നു 3 വീക്ക് കൂടുമ്പോൾ ഞാൻ ഇവിടുന്ന് ബ്ലീച്ച് അപ്ലൈ ചെയ്യാറുണ്ട്. നല്ല റിസൾട്ടാണ് കേട്ടോ. എനിക്ക് സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആവാറുണ്ട് ബ്ലീച്ച് അപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ. നല്ല രീതിക്ക് ടാനൊക്കെ റിമൂവ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ബ്ലീച്ചാണ് അപ്ലൈ ചെയ്തത്. കൈ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കൈൻ്റെ മുക്കാ ഭാഗം അപ്ലൈ ചെയ്തു. നല്ല രീതിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ ബ്ലീച്ച് അപ്ലൈ ചെയ്തത്. അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. ശരിക്കും അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഡയറക്റ്റ് നേരിട്ട് കാണുമ്പോൾ ആ ഒരു ലൈനിൻ്റെ ആ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ വാക്സിങ്ങിന് ഇരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് വാക്സിൻ ചെയ്യേണ്ടത് കേട്ടോ. അണ്ടർആംസൊക്കെ വാക്സ് ചെയ്യാറുണ്ട്, പക്ഷേ കൈയും കാലും ഇതുവരെയായിട്ട് വാക്സ് ചെയ്തിട്ടില്ല. എല്ലാ ടൈം റേസർ വെക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം വാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് കാലം ഹെയർ ഒന്നും വരാണ്ടെങ്കിലും ഇരുന്നോളൂല്ലോ എന്ന് വെച്ചിട്ടാണ് വാക്സ് ചെയ്തത്. പക്ഷേ ഒടുക്കത്തെ വേദനയായിരുന്നു. വേദന പറഞ്ഞാൽ അമ്മാതിരി വേദനയാണ് കേട്ടോ. ഫസ്റ്റ് കാലുമത്തെ ചെയ്തു. അപ്പോൾ ഞാൻ ഭയങ്കര ഓളിടലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെയാണ് കൈമ ചെയ്തത്. കൈമ ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര വേദനയായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ അങ്ങനെ കയ്യിലെ വാക്സാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. പിന്നെ അണ്ടർആംസിലെ വാക്സ് ചെയ്തു. അതിനുശേഷം ഇതൊക്കെ എനിക്ക് ചെയ്തു തരുന്നത് യമുനയാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് എനിക്ക് ചെയ്തു തരുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യണം, നെക്സ്റ്റ് എന്ത് ചെയ്യണം. കുറച്ച് അധികം സർവീസ് ഒന്നും ചെയ്യാനുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുമോ അറിയില്ല. നല്ല രീതിക്ക് പനിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പനി കുറച്ചൊന്ന് കൂടിയപ്പോൾ അപ്പോൾ മെഡിസിൻ കഴിച്ചു. അതിന് ശേഷം നമ്മൾ വാക്സിങ്ങിന് ശേഷം പെഡിക്യൂറിന് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെഡിക്യൂർ ഞാൻ നോർമൽ പെഡിക്യൂറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പാക്ക്, ഒരു സ്ക്രബ്, മസാജിങ് ക്രീമൊക്കെ വെച്ചിട്ടുള്ളൊരു നോർമൽ പെഡിക്യൂർ. അധികം പെഡിക്യൂർ ചെയ്തില്ല, കാരണം നമ്മളിതൊക്കെ ചെയ്തിട്ട് ഇന്ന് വൈകിട്ട് നമ്മൾ സേവ് ദ ഡേറ്റിന് പോവുകയാണ്. വീണ്ടും മണലിലോട്ടാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പും കുറയ്ക്കാൻ പറഞ്ഞു. എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണം പോലെ വന്നിട്ട് നല്ല ടയേർഡായിരുന്നു. അത് ആ ഒരു ഉള്ളിൽ പനിയുള്ള കാരണം കേട്ടോ. അല്ലാത്തപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ എന്തോ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് വായിക്കുന്നുണ്ട്. കുറേയൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്, കുറേയൊന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. ഇതും ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യണത് ജനുവരി 7 തന്നെയാണ് കേട്ടോ. അന്നത്തെ ദിവസം രാത്രി, ഇത് വീഡിയോ എടുത്ത അന്നത്തെ ദിവസം രാത്രിയാണ്. നല്ല തിരക്കുള്ള സമയമാണ്. എന്നിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമൊക്കെ ടച്ച് ചെയ്തിരുന്നിട്ട് വോയിസ് ഓവർ ചെയ്യാനാണ് കേട്ടോ. പിന്നെ നമ്മൾ പെഡിക്യൂറിന് ശേഷം നെയിൽ എക്സ്റ്റൻഷൻ വെക്കാനിരുന്നു. നെയിൽ എക്സ്റ്റൻഷൻ ഞാൻ ഇപ്രാവശ്യം ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരൊറ്റ കളറ് മാത്രം അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതും ഭയങ്കര ലെങ്ത്തിൽ വെക്കുന്നില്ല, കുഞ്ഞു ലെങ്ത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതും നോർമൽ നെയിൽ എക്സ്റ്റൻഷനാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ഫയൽ ചെയ്ത് അങ്ങനെ ചെയ്യണ നോർമൽ വണ്ണാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പം ഞാൻ യമുനയ്ക്കും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി. യമുന ഇന്ന് കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവൾക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തു, ഞാനും ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ആസ് യൂഷ്വൽ എനിക്ക് ചിക്കൻ ബിരിയാണി ഇല്ലാണ്ട് പറ്റില്ല. അത് എത്ര വയ്യായി ആണെങ്കിലും എനിക്ക് ചിക്കൻ ബിരിയാണി കിട്ടിയാൽ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വീണയ്ക്ക് മാറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു. വീണയ്ക്ക് ബിരിയാണി ഇഷ്ടമാണ്, അപ്പോൾ വീണയ്ക്ക് കുറച്ച് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് കുറച്ച് കാര്യമായിട്ട് സംസാരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ നെയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ നെയിൽ കേട്ടോ. ഭയങ്കര കുഞ്ഞ് നെയിലാണ്, നല്ല അധികം നീളത്തിലൊന്നും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു കളറാണ് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്താ ഒരു വൈൻ റെഡ് കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു റെയർ കളറാണ്. നമ്മൾ 3 കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ഉണ്ടാക്കുന്നത്. മിക്സ് ചെയ്ത് ഞാൻ തന്നെയാണ്, എനിക്ക് ഈ ഒരു കളർ കിട്ടണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ കാലിൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജെൽ നെയിൽ പോളിഷാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. അതാണെങ്കിൽ കുറച്ചധികം ലാസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതും ജെൽ നെയിൽ പോളിഷ് തന്നെയാണ് അപ്ലൈ ചെയ്തത്.
ഒരു വേറൊരു കളറാണ് കേട്ടോ, ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു കളർ തന്നെ കാലിൽ അപ്ലൈ ചെയ്തു കേട്ടോ. കാലിൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫേഷ്യലിന് ഇരിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴേക്കും ഞാൻ നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും പെട്ടെന്ന് തീർന്ന ഫേഷ്യൽ ചെയ്യാമെന്ന്. അങ്ങനെ കെമ്പകിയുടെ ഒരു ഫേഷ്യലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് കഴിയുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ. പക്ഷെ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല റിസൾട്ടായിരുന്നു. അതിനുശേഷം പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ സേവ് ദ ഡേറ്റ് ഷൂട്ടിന് പോയി. ഇതാ വിച്ചു എത്തിയിട്ടുണ്ട്. കുറച്ച് പേരെ കമൻറ്റ് കണ്ടിരുന്നു, വിച്ചു എത്തിയോ ചേട്ടൻ എത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് ആൾ എത്തണത് കേട്ടോ, ജനുവരി 7th മോർണിംഗ് ആണ് ആൾ എത്തിയിട്ടുണ്ടായിരുന്നത്. വന്ന് വീട്ടിലൊക്കെ കുറച്ച് നേരം ഇരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ലിവയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഹെയറും ബിയർഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ റെഡി ആയിട്ട് ഇതാ സേവ് ദ ഡേറ്റ് എടുക്കാൻ വന്നേക്കാണ് കേട്ടോ. ഇതൊന്നും ശരിക്കും നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല. സേവ് ദ ഡേറ്റ് വേണ്ടാന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം നമ്മൾ സേവ് ദ ഡേറ്റ് എടുക്കുകയാണ് കേട്ടോ. അതും ഭയങ്കര സേവ് ദ ഡേറ്റ് പോലെയൊന്നുമല്ല, ചുമ്മാ നോർമൽ കുറച്ച് ക്യാഷ്വൽ ഫോട്ടോ അതുപോലെ തന്നെ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ എടുത്ത കാരണം ഡ്രസ്സൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അല്ലെങ്കിലും ഞാൻ മൊത്തത്തിൽ എല്ലാം എൻ്റെ കല്യാണത്തിൻ്റെ എല്ലാ പരിപാടിയും സിമ്പിൾ തന്നെയാണല്ലോ അല്ലേ. പിന്നെ ബീച്ചിലെ കടലിനടുത്ത് പോയിട്ട് കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ ഇതൊക്കെ എടുത്തു തരുന്നത് വിച്ചുവിൻ്റെ കസിനാണ് കേട്ടോ. വിച്ചുവിൻ്റെ കസിൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആളാണ് ഇതൊക്കെ എടുത്തു തരുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി. നമ്മുടെ സേവ്യൻ്റെ ഫോട്ടോസ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് തോന്നുന്നു നാളെ ആയിരിക്കും ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടുക. നമ്മൾ കുറച്ചധികം നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും നല്ല സൺസെറ്റിൻ്റെ ടൈമായി, അങ്ങനെ സണ്ണിൻ്റെ അടുത്ത് നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല കേട്ടോ വിച്ചു ഇങ്ങനെ നിൽക്കുന്നൊക്കെ. കാരണം വിച്ചു കുറച്ചധികം ഇൻട്രോവേർട്ടാണ്, പക്ഷേ വിച്ചു നല്ല രീതിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ചധികം നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി. ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറിൻ്റെ ഷൂട്ടായിരുന്നു, വേഗം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ TNT പോയിട്ട് ഷവർമ കഴിച്ചിട്ടാണ് പിന്നെ റിട്ടേൺ വീട്ടിലേക്ക് പോയത്. വിച്ചുവിൻ്റെ വീഡിയോ എടുക്കണം വെച്ച് തല താഴ്ത്തിയിരിക്കുകയാണ് കേട്ടോ. ഷവർമ നല്ല അടിപൊളി ഷവർമയായിരുന്നു. പനിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഞാൻ ഫുള്ള് കഴിക്കുന്നത് ചിക്കനും പുറത്തുനിന്നുള്ള ഫുഡൊക്കെയാണ് കേട്ടോ. പക്ഷെ പനി അപ്പോഴേക്കും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പാരസെറ്റമോളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ വിച്ചുൻ്റെ കസിനും കൂടിയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫുൾ പന്തൽ പണിയിട്ടോ എല്ലാം കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുണി കൊണ്ടുള്ള പന്തൽ കുറവാണ്, നമ്മൾ മാല ബൾബാണ് കൂടുതൽ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും വല്യമ്മ, വല്യച്ഛൻ, സുകേഷ് ഏട്ടൻ, ശ്രീ ചേച്ചി, ഉണ്ണിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് കൈ ചെയിൻ ഇടിച്ചു കേട്ടോ. കയ്യിൽ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള കൈ ചെയിൻ, എനിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കൈ ചെയിനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ, അവർ ദുബായിൽ നിന്ന് വരുമ്പോൾ മേടിച്ച് കൊണ്ടുവന്നതാണ്. യെസ്, അപ്പോൾ നമ്മുടെ പന്തൽ കാണുന്നുണ്ട്, ഇതാണ് നമ്മുടെ വീടിന് മുൻപിലുള്ള പന്തൽ കേട്ടോ. മാല ബൾബ് കൊണ്ടുള്ള ഒരു പന്തലുണ്ട്, തുണി കൊണ്ടുള്ള ഒരു പന്തലുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. മനുവേട്ടൻ, കീർത്തി, ചെറിയമ്മ, ചെറിയച്ഛൻ, അതുപോലെ തന്നെ ഉണ്ണി ഉണ്ടായിരുന്നു, വല്യമ്മ, വല്യച്ഛൻ, അച്ഛൻ, അമ്മ, അമ്മൂമ്മ, മുത്തശ്ശൻ, കുക്കു ഉണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഫോറിനേഴ്സ് വന്നിട്ടുണ്ടല്ലോ, ഒരു 3-4 പേര്, അവരും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഡാൻസ് ആയിരുന്നു. കുറച്ചധികം നേരം നമ്മൾ ഡാൻസ് കളിച്ചിട്ട് എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. മുത്തശ്ശനും അമ്മമ്മയും ഒഴിച്ച് ബാക്കി എല്ലാവരും വീട്ടിലുള്ളവർ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും അതുപോലെ തന്നെ മനുവണ്ണനും ഒന്ന് പുറത്തേക്ക് പോയേക്കാണ്, അതാണ് അവരെ കാണാത്തത്. നമ്മുടെ കല്യാണം കൂടെ വന്ന ഫോറിനേഴ്സും നമ്മുടെ കൂടെ ഡാൻസിന് കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടോ, കാരണം കുറച്ചധികം നേരം നമ്മൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഒരു 3-4 പാട്ടിന് നമ്മൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമേ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഡാൻസിൻ്റെ സ്റ്റെപ്സ് ഒന്നും നോക്കരുത്, ഇത് ഞങ്ങൾ സ്വന്തമായി ഉണ്ടാക്കുന്ന കുറച്ച് സ്റ്റെപ്സാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ വീഡിയോഗ്രാഫർ, അവൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, കാരണം ഞാൻ ഓൾറെഡി ഷവർമൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് അച്ചോളും ഏട്ടച്ചനും ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഒറ്റയ്ക്കായിരുന്നു വീടിൻ്റെ ഉള്ളിൽ. ഇവരൊക്കെ പുറത്ത് ഫുഡ് കഴിക്കാനിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഇങ്ങനെ കല്യാണം നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ്, ജനുവരി 9-ാം തീയതി. ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ, അതിൻ്റെ എല്ലാ തിരക്കും ഉണ്ട്. അപ്പോൾ ഇനി വഴിയേ വ്ളോഗ്സൊക്കെ ഞാനിടാം, മാക്സിമം ശ്രദ്ധിക്കാം. ഞാൻ ആരെങ്കിലും കൊണ്ട് എടുക്കാനൊക്കെ നോക്കാം കേട്ടോ. എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല, എന്തായാലും നോക്കാം. നല്ല തലവേദനയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.